മലയാളി കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഒരു അപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അതിന് വേണ്ടിയിട്ട് 2 കപ്പ് അളവിൽ പച്ചരിയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ 2 കപ്പ് പച്ചരിക്ക് 1 കപ്പ് അളവിൽ വേവിച്ച ചോറ് ആവശ്യമുണ്ട്. 1 കപ്പ് അളവിൽ തേങ്ങ ചിരകിയതും പിന്നെ 2 കപ്പ് പച്ചരിക്ക് നമ്മൾ 2 കപ്പ് തന്നെ വെള്ളവും എടുക്കുന്നുണ്ട്. പിന്നെ ഒരല്പം ഈസ്റ്റ്, ഒരു 1/2 ടീസ്പൂൺ അളവിൽ ഈസ്റ്റും ആവശ്യമായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നല്ലതുപോലെ അരി വാഷ് ചെയ്തെടുക്കേണ്ടതായിട്ടുണ്ട്. ഈ വാഷ് ചെയ്യുന്ന സമയത്ത് നല്ലതുപോലെ വാഷ് ചെയ്തെടുക്കുക, കാര്യം പിന്നീട് നമുക്കിത് വാഷ് ചെയ്യാനൊന്നിനും പറ്റത്തില്ല. അപ്പോൾ ഞാനിപ്പോൾ വാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ അകത്തേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ച ചോറും നമ്മുടെ തേങ്ങ ചിരകിയതും വെള്ളം ഞാനിപ്പോൾ 2 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. വെള്ളം കൂടിപ്പോകാനായിട്ട് പാടില്ല. 1 കപ്പ് അരിക്ക് 1 കപ്പ് വെള്ളം, 2 കപ്പ് അരി എടുത്തതുകൊണ്ട് 2 കപ്പ് വെള്ളം തന്നെ അതിന് കറക്റ്റ് അളവാണ് കേട്ടോ. പിന്നെ ഞാൻ ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പ് ഈ സമയത്ത് ഞാൻ ഇട്ട് കൊടുക്കുന്നില്ല കേട്ടോ. ഈസ്റ്റ് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുണ്ടായി, ഒരു 1/2 ടീസ്പൂൺ അളവിൽ ഈസ്റ്റാണ്. അപ്പോൾ ഈസ്റ്റ് ഓവറായാൽ അതിൻ്റെ ഒരു വല്ലാത്തൊരു ഇതുണ്ടാകും. അപ്പോൾ ഞാനിപ്പോൾ ഈ ഇട്ട് കൊടുത്തിരിക്കുന്ന അളവ് കറക്റ്റ് ഇതാണ്. നമുക്കെല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം. കണ്ടോ, അപ്പോൾ വെള്ളം ഒന്നും ഓവറായിട്ട് ഇല്ല. മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഒരു മൂടി ഓവർനൈറ്റ് വെച്ചേക്കാം. അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് ഡേ ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതേ നമ്മുടെ അരിയെല്ലാം നല്ലതുപോലെ കുതിർന്ന് കറക്റ്റ് ഇതായിട്ട് ഇരിപ്പുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ വേറെ ഒന്നുമില്ല, നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഇതൊന്ന് അടിച്ചെടുക്കണം. അപ്പോൾ ചെറിയ ജാറാണെന്നുണ്ടെങ്കിൽ 2 പ്രാവശ്യമായിട്ട് ഇട്ടിട്ട് അടിച്ചെടുത്താൽ മതി. ഇപ്പോൾ ഞാൻ വെള്ളം ഒന്നും ഇനി അധികം ചേർക്കുന്നില്ല കേട്ടോ, എനിക്കിത് കറക്റ്റ് അളവാണ്. അപ്പോൾ വീണ്ടും വെള്ളത്തിൻ്റെ കാര്യം പറയുന്നത്, കൂടി പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതിൽ നിന്ന് വെള്ളം ഊറ്റി കളയേണ്ടി വരും. അപ്പോൾ പിന്നെ ഈ ഒരു അപ്പം കറക്റ്റ് ഇതായിട്ട് കിട്ടുകയില്ല. അപ്പോൾ എൻ്റെ ജാറ് വലിയ ജാറായതുകൊണ്ടിട്ട് ഞാൻ ഫുള്ളും ഒന്നിച്ചിട്ടിട്ട് അങ്ങോട്ട് അടിച്ചെടുക്കുവാണ്. അപ്പോൾ നമ്മുടെ അപ്പത്തിൻ്റെ ബാറ്റർ കണ്ടോ, നല്ല സ്മൂത്തായിട്ട് തന്നെ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മളൊരു മിനിമം ഒരു 1/2 മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുക. അപ്പോൾ ഇതൊന്നും കൂടെ ഒന്ന് പൊങ്ങി വരും. അപ്പോൾ നിങ്ങൾക്ക് 1 മണിക്കൂറൊക്കെ വെക്കാനായിട്ട് സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ അത്രയും നല്ലതാണ്. അത്രത്തോളം നമ്മുടെ അപ്പം നല്ല ഇതായിട്ട് പൊങ്ങി കിട്ടും. ഇപ്പോൾ എനിക്കിപ്പോൾ ഒരു 1/2 മണിക്കൂർ ആയപ്പോൾ തന്നെ നല്ലതുപോലെ പൊങ്ങി കിട്ടിയിട്ടുണ്ട്. ഉണ്ടോ, നല്ലതായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ തണുപ്പ് സമയമൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ഒന്ന് പൊങ്ങി വരാൻ താമസം ഉണ്ടാകും. പക്ഷേ എനിക്കിതിപ്പോൾ പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഞാനൊരു 2 ടേബിൾ സ്പൂണ് പഞ്ചസാരയും കൂടെ പിന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് അപ്പത്തിന് ഇച്ചിരി മധുരമുള്ളതാണ് ഇഷ്ടം. അപ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടം പോലെ, ഉപ്പാണോ മധുരമാണോ വേണ്ട, നിങ്ങളുടെ ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ അപ്പച്ചട്ടി ചൂടായി വന്നിട്ടുണ്ട്, നമുക്ക് ചുട്ടെടുക്കാം. അപ്പം ഹോൾസൊക്കെ വന്നു തുടങ്ങിയാൽ പിന്നെ നമുക്കിതൊന്ന് മൂടി വെച്ച് കൊടുക്കാം. അപ്പോൾ ഇവിടെ എനിക്കും പിള്ളേർക്കൊക്കെ ഇച്ചിരി ക്രിസ്പി ആയിട്ട് കിട്ടുന്നതാണ് ഇഷ്ടം കേട്ടോ. പിന്നെ ഞാനിപ്പോൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് എടുത്തതാണ്. പിന്നെ അപ്പം ഉണ്ടാക്കാനൊക്കെ എല്ലാവർക്കും അറിയാമായിരിക്കും. ഇനി അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനീ ചെയ്യുന്നത്. അപ്പോൾ ഞാനിപ്പോൾ രണ്ടാമത്തത് ഇച്ചിരി ക്രിസ്പി ആയിട്ടാണ് എടുത്തിട്ടുള്ളത്. ഇവിടെ മക്കൾക്കാണെങ്കിലും ഈ സെൻറ്ററിൽ ഇങ്ങനെ കട്ട പോലെ ഇരിക്കുന്നത് ഇഷ്ടമല്ല. പിന്നെ ഇളയ ആൾക്ക് വേണ്ടിയിട്ട് മുട്ട ഒഴിച്ചിട്ട് ഒരപ്പവും കൂടെ ചുട്ടെടുക്കുവാണ്. മുട്ട ഒഴിച്ചിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതും ഒന്ന് മൂടി വെച്ച് നമുക്കത് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ ഈ രീതിയിൽ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള അപ്പമാണ് കേട്ടോ. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമായാൽ എൻ്റെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ഇടുക, സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഓൾ എന്ന് പറയുന്ന ബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കുക. അപ്പോൾ ഇതേ മോന് വേണ്ടിയിട്ടുണ്ടാക്കിയ മുട്ട വെച്ചിട്ടുള്ള അപ്പമാണ്. കണ്ടല്ലോ, ഹോൾസൊക്കെ വന്ന് നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് മൂത്താൾക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ്. അപ്പത്തിൻ്റെ കൂടെ അവന് ഇറച്ചിക്കറിയാണ് കൂടുതൽ താല്പര്യം.
അപ്പോൾ നമ്മുടെ കുഞ്ഞു വീഡിയോ ഇത്രയേ ഉള്ളൂ. തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഓക്കേ, താങ്ക് യു.